ഇവരാണ് നമ്മുടെ ഷാഡോ, ഇത് നമ്മുടെ റോക്സ്, നമ്മുടെ വൂളിക്കോട്ട് ഹസ്കി. ഇവര് രണ്ടുപേരും നീല കണ്ണ വന്നിരിക്കുന്നുണ്ട്. ഹസ്കിയിൽ തന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഓഡൈസ് വരാറുണ്ട്, അതായത് രണ്ടും, ഒന്ന് ബ്ലൂവും ഒന്ന് മറ്റേ കണ്ണ് നോർലൈസ് അങ്ങനെ വരാറുണ്ട്. ഇതാണ് ഇവരുടെ പ്രത്യേകത, നല്ല തിക്കായിട്ടുള്ള ആ ഒരു ടെയിലും കാര്യങ്ങളൊക്കെ. സാധാരണ സൈബീരിയൻ ഹസ്കികളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ സാധാരണ ഹസ്കിക്ക് ഇത്രയും ഒരു കോട്ട് കാണത്തില്ല. ഇത് വൂളിക്കോട്ട്, ആ പേര് പോലെ തന്നെ കമ്പിളി പോലെ ഇങ്ങനെ നല്ല രീതിയിൽ തിക്കായിട്ടുള്ളൊരു ലോങ് കോട്ട് നമ്മൾ പറയത്തില്ല, ആ രീതിയിൽ ടൈപ്പാണ് വന്നേക്കുന്നത്. ഇവരുടെ ടെയിലായാലും അതിലെ ദേഹത്തും എല്ലാം തന്നെ. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ നമ്മൾ ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഹെയറും എല്ലാം തന്നെ. പിന്നെ ചൂടുകാലത്തായാലും അത്യാവശ്യം നല്ല എന്താ പറയുക, ഇച്ചിരി ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം നല്ല തൈര് കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചിക്കനൊക്കെ ഒഴിവാക്കിയിട്ട് റൈസും അതുപോലെ ഫിഷും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചൂടുകാലത്ത് കുറച്ച് കെയറിങ് പ്രത്യേകിച്ച് വേണ്ട ഒരു ബ്രീഡാണ് നമ്മുടെ ഈ ഒരു ഹസ്കി എന്ന് പറയുന്നത്. ഹസ്കി അതിൽ തന്നെ വൂളിക്കോട്ട് ഇച്ചിരി കെയറിങ് വേണ്ടതാണ് ചൂടുകാലത്ത്. പിന്നെ പലരും ചോദിക്കാറുണ്ട് AC വേണോ. വളരെ AC നിർബന്ധമൊന്നുമില്ല, എന്നാലും തണലുള്ള സ്ഥലത്ത് കൂട് സെറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ കൂടുതൽ ആൾക്കാരെ ഇവരെ ഇൻഡോറിലിട്ടാണ് വളർത്താറുള്ളത്, ഒരു പെട്ടെന്നുള്ളൊരു നല്ലൊരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ. പിന്നെ ഗാർഡിങ്ങിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പറയണ്ട, അല്ല ഗാർഡിങ്ങിന് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരിക്കൊരു പെറ്റ് മാത്രമാണ്. സൈബീരിയൻ ഹസ്കിയേക്കാൾ ലുക്കാണ് ഈ ഒരു വൂളിക്കോട്ട് എന്ന് പറയുമ്പോൾ. ശരിക്കും ആ ഒരു ലുക്കിന് വേണ്ടി തന്നെയാണ് ഇവരെ അങ്ങനെ മിക്സ് ചെയ്ത് അലാസ്കൻ മാലമുട്ടുമായിട്ട് ഹസ്കിയെ ചെയ്ത് എടുത്തതാണ് ഈ ഒരു വൂളിക്കോട്ട് ഹസ്കി എന്ന് പറയുമ്പോൾ. കണ്ടോ, ഇത് ഇവിടുത്തെ തന്നെ കണ്ണൻ എന്ന് പറഞ്ഞൊരു ഡോഗാണ്. ഇവൻ നമുക്കൊരു ഗ്രേ ആൻഡ് വൈറ്റ് എന്നൊരു കളറിലാവുന്നത്. അതിനെക്കാട്ടി ഇച്ചിരി സൈസ് നമ്മുടെ ഷാഡോ തന്നെയാണ്. ഇതൊക്കെയാണ് വൂളിക്കോട്ട് ഹസ്കിയുടെ വിശേഷങ്ങൾ.